മുൻ മേയറുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള അഴിമതികളൊക്കെ നാട്ടിൽ പാട്ടായി. നിങ്ങൾ തന്നെ പലതവണ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ട്, അവിടെ കരമാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കം ചെയ്ത മാലിന്യത്തിന്റെ അളവ് പെരുപ്പിച്ച് കാണിച്ച്, അഥവാ മാലിന്യം നീക്കം ചെയ്യാതെ എംബുക്കിൽ കള്ളക്കണക്ക് എഴുതി വെച്ച് 1.7 കോടി രൂപയുടെ 1,77,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന് കണ്ടെത്തിയത് CAG റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടെയുള്ള കരമാലിന്യത്തിന്റെ അളവ് കണക്കാക്കുന്നതിന് വേണ്ടി കോഴിക്കോട് NIT ആണ് ഏൽപ്പിച്ചിരുന്നത്. NIT പഠിച്ച് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കരമാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി വർക്ക് അവാർഡ് ചെയ്തത്. അതേ NITയെ CAG പരിശോധിക്കാൻ വേണ്ടി വിട്ടു. പരിശോധിച്ചപ്പോ നീക്കം ചെയ്ത കരമാലിന്യവും നീക്കം ചെയ്തു എന്ന് എംബുക്കിൽ രേഖപ്പെടുത്തിയ കരമാലിന്യവും തമ്മിൽ അളവിൽ വലിയ വ്യത്യാസം. NIT പരിശോധനയിൽ 24,042 ലക്ഷം ക്യൂബിക് മീറ്റർ കരമാലിന്യം നീക്കം ചെയ്തു എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ എംബുക്കിൽ രേഖപ്പെടുത്തിയത് നീക്കം ചെയ്തതായി കണക്കാക്കിയത് 1.23 ലക്ഷം ക്യൂബിക് മീറ്റർ നീക്കം ചെയ്തു എന്ന കള്ളക്കണക്കാണ് എഴുതി വെച്ചത്. അപ്പൊ നീക്കം ചെയ്യാതെ കരമാലിന്യത്തിന്റെ പേരിൽ എംബുക്കിൽ കള്ളക്കണക്ക് എഴുതി അന്ന് തന്നെ 1.25 ലക്ഷം കോടി രൂപ തട്ടിയെടുത്ത കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. ഇത് CAG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അന്ന് തുടങ്ങിയിട്ടുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പ് പിന്നീട് തുടർക്കഥയായി. അതാണ് നമ്മുടെ പടന്നപ്പാലം STPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് അവർക്ക് ദ്രവമാലിന്യം, അവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാവുന്ന ദ്രവമാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് STP ഉണ്ടാക്കിയത്. എന്നാൽ STP തന്നെ ഇപ്പോഴ് പലയിടങ്ങളിലും ചോർന്നൊലിക്കുന്നത് നമ്മൾ കണ്ടു. പടന്നപ്പാലത്തേക്ക് സംസ്കരിക്കാത്ത ജലം ഒഴുക്കി വിടുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഈ ദ്രവമാലിന്യം അതിന്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ, അഥവാ കമേഴ്സ്യൽ ബിൽഡിംഗിൽ നിന്ന് കൈക്കൂലി വാങ്ങി അതിന്റെ കണക്ഷൻ ഉൾപ്പെടെ ഇതിൽ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇത് വർക്ക് ചെയ്യാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, STP സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ അമൃത് മിഷന്റെയും എല്ലാം ഡയറക്ഷൻ അനുസരിച്ച് STPക്ക് കരാർ നൽകുന്ന സമയത്ത് ചുരുങ്ങിയത് AMC 5 വർഷത്തെ AMC എങ്കിലും ഉണ്ടാവണം. AMC എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഇത് AMC ഇല്ല. AMC ഇല്ലാതെ കരാർ നൽകുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു STP സ്ഥാപിച്ച് ആ കോൺട്രാക്ടർക്ക് ഇത് തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താതെ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ അവര് AMCക്ക് വേണ്ടി പുതിയ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അതുവഴി വീണ്ടും അധിക തുക, കോടികൾ നൽകാനുള്ള അവസരം ഒരുക്കിയിരിക്കുക. ഇങ്ങനെ തട്ടിപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ്.